ഒറ്റ മൈൻഡിൽ മലപ്പുറത്തൊന്നും ക്യാൻറ്റീനില്ലാത്ത പോലെ ബേപ്പൂർ ക്യാൻറ്റീനിലേക്ക് അതും സ്കൂട്ടറിൽ പോയ കെട്ടുവിൻ്റെ പിന്നാലെ പോയ കഥയാണിത്. ഇതൊക്കെ ഒരു വൈബാണെന്നും പറഞ്ഞ് പോയിട്ട് അവിടെ എത്തിയപ്പോഴേക്കിനും മനുഷ്യൻ്റെ നടുവും പോയി പുറവും പോയി. എന്തായാലും സാധനങ്ങളൊക്കെ എടുത്ത് കുറച്ച് നേരം തിരയെണ്ണാമെന്നും വിചാരിച്ച് ബീച്ചിൽ പോയപ്പോൾ വിശപ്പിൻ്റെ വിളി പറഞ്ഞിട്ട് കാര്യമില്ല. ചാടിത്തുള്ളി പോന്നപ്പോൾ ലഞ്ച് കഴിക്കാൻ മറന്നിരുന്നു. ഒരു കല്ലുമ്മക്കായ കഴിച്ച് റൊമാൻറ്റിക്കായി ബീച്ചിലൂടെ നടക്കാമെന്ന് വിചാരിച്ചപ്പോൾ നിങ്ങൾ കേക്ക് ഒരു സ്ഥലത്തേക്ക് പോകുന്നത് എന്തിനാണ്? അവിടെ എൻജോയ് ചെയ്യാനൊക്കെ ഫോണിൽ കാണാം. ഇവിടെ എന്തായാലും നമുക്ക് എൻജോയ് ചെയ്യാൻ കഴിയുമെന്ന് മനസ്സിലായി. ഞാൻ മുഖം വീർപ്പിച്ച് തിരിഞ്ഞങ്ങ് നിന്നു. അല്ല പിന്നെ അപ്പം അങ്ങേര് ചുറ്റും നോക്കിയിട്ട് പറയുക, ഇവിടെയുള്ള എല്ലാ പെണ്ണുങ്ങളെ ഫേസും നിന്നെ പോലെ കുട്ടിക്കലം പോലെയാണെന്ന്. എങ്ങനെ ആവാതിരിക്കും? ഇതുപോലെ അൺറൊമാൻറ്റിക് കെട്ടിയന്മാരുടെ കൂടെയല്ലേ അവരും വന്നിട്ടുണ്ടായിരിക്കുക. പിന്നെ കുട്ടിക്കലം ആയിട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ആ വണ്ടീൻ്റെ മുന്നിലൊരു ബാഗും എൻ്റെ തോളത്തൊരു ബാഗും ഇട്ട് ഇനി ഈ വൈബിന് ഇല്ലയെന്നും പറഞ്ഞ് കയറ്റി വെച്ച മുഖം അങ്ങനെ തന്നെ വെച്ച് മലപ്പുറം വരെ ഞാനിങ്ങ് പോകുന്നു. അല്ല പിന്നെ അപ്പോഴൊക്കെ